നമസ്കാരം കൂട്ടുകാർ, എന്തൊക്കെയുണ്ട് വിഷയം? അപ്പോൾ വെള്ളിയാഴ്ചയായിട്ട് നമ്മുടെ കണ്ണൂരാരം മെയിൻ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ നേരം ഇന്നലെ രാത്രി തന്നെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. ഇറച്ചിയൊക്കെ വാങ്ങിച്ച് നുറുക്കി വെച്ചതിന് ശേഷം ഇറച്ചി രാവിലെ തന്നെ കഴുകി വെള്ളം കളഞ്ഞ് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള മസാലകളും മല്ലിയിലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 8-10 വിസിലടുപ്പിച്ച് വെച്ചു. ഇറച്ചി റെഡിയതിന് ശേഷം അതിൻ്റെ പീസ് സെപ്പറേറ്റ് ആക്കി വെള്ളം സെപ്പറേറ്റ് ആക്കി. അപ്പോൾ നമുക്ക് റൈസ് ഇതിൻ്റെ അകത്ത് ഇട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം എടുത്ത് റൈസിൻ്റെ അളവനുസരിച്ച് വെള്ളം എടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് സ്പൈസസ് സോട്ട് ചെയ്ത് ഒരു ഉള്ളിയിട്ട് ആ വെള്ളം ഒഴിച്ച് ബീഫും ഇട്ട് റൈസും ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഒന്ന് സെറ്റാക്കി കുറച്ച് മല്ലിയെല്ലാം തൂക്കിയിട്ട് അതും അവിടെ മൂടി വെച്ചു. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഒന്നോടെ തുറന്നിട്ട് ഒന്നോടെ മിക്സാക്കി മസാല എല്ലാ സൈഡും പിടിക്കാൻ വേണ്ടി അങ്ങനെ ഫ്ലെയിം ഒന്നോടെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു. ഒരു 5-10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിപ്പോൾ ആ ആവിയിലിരുന്ന് ഒന്ന് റൈസും സെറ്റ് ആവാണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ടൈപ്പായി ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈഫ് നാട്ടിൽ നിന്ന് വെഡിങ് സ്പെഷ്യൽ കൊടുത്തുവിട്ട ഷർട്ടൊക്കെ ഇട്ട് കുളിച്ച് പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ നല്ല വിശപ്പ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ മുന്നേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ജ്യൂസി റൈസും ബീഫ് ഒരു രക്ഷ ഉണ്ടായില്ല, നല്ല ആസ്വദിച്ച് കഴിച്ചു മാഷാ അല്ലാ. അപ്പോൾ ഫുജേറിൽ വന്നാൽ കഴിച്ചിട്ട് പോവാം. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സംഭവം സൂപ്പറായിരുന്നു.